ഗാസ പൂർണ്ണമായും നിയന്ത്രണത്തിലാകും വരെ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ ആക്രമണം തുടർന്നാൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിലാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്നതിൽ ഇസ്രയേലിനെതിരെ ശക്തമായ താക്കീതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പുറപ്പെടുവിച്ചത്. ഗാസയിൽ ആക്രമണം ഇനിയും തുടർന്നാൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന് UK, ഫ്രാൻസ്, കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കി. ഗാസയുടെ നിയന്ത്രണം സൈന്യം പൂർണ്ണമായും ഏറ്റെടുക്കുമെന്നായിരുന്നു മുന്നറിയിപ്പിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയ മറുപടി. യൂറോപ്യൻ രാജ്യങ്ങൾ ഹമാസിന്റെ വംശഹത്യയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് നെതന്യാഹു എക്സിൽ കുറിച്ചു. ബന്ദികളെ വിട്ടയച്ച് ഹമാസ് ആയുധം താഴെവെക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു. ഗാസയിൽ ഇസ്രയേൽ കനത്ത ബോംബിംഗ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 60 പേരാണ് കൊല്ലപ്പെട്ടത്. 21 ലക്ഷത്തിലധികം ആളുകളുള്ള ഗാസയിലേക്ക് ഇസ്രയേൽ ഉപരോധം മൂലം മാർച്ച് 2 മുതൽ ഭക്ഷണമോ വെള്ളമോ മരുന്നോ മറ്റവശ്യ സാധനങ്ങളോ എത്തിയിരുന്നില്ല. ഗാസയിലെ ജനങ്ങളുടെ നിസ്സഹായാവസ്ഥ ചൂണ്ടിക്കാട്ടി ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് 10 ആഴ്ചത്തെ ഉപരോധത്തിന് ഇളവ് നൽകി പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ ഗാസയിലേക്ക് കടത്തിവിടാൻ ഇസ്രയേൽ അനുവദിച്ചത്. ഇതിന് പിന്നാലെയാണ് ആക്രമണം കടുപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.